രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലവിൽ ഉള്ളതായി യശ്വന്ത് സിൻഹ. ഇങ്ങനെയല്ല ജനാധിപത്യം നടപ്പാക്കേണ്ടത്. കേരളത്തിൽ പ്രചാരണം തുടങ്ങാൻ തീരുമാനിച്ചത് ബോധപൂർവമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. I am here before you today as a candidate for the election to the post of President of India. If 10 days, 15 days ago, somebody would have said or suggested that I would be in this position, I would have dismissed it without a second thought. But here I am. And I am before you because most of the parties in opposition in this country met in Delhi over 2 days, and after a lot of deliberation decided to put me up as their common candidate. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, കേരളത്തിൽ നിന്ന് പ്രചാരണം ആരംഭിക്കുന്നത് ബോധപൂർവം തന്നെ എന്നാണ് സ്ഥാനാർത്ഥിയായ യശ്വന്ത് സിൻഹ പറയുന്നത്. എല്ലാ MLA-മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, സംസ്ഥാനത്തുള്ള മുഴുവൻ വോട്ടും യശ്വന്ത് സിൻഹയ്ക്ക് ഉറപ്പാണ്. കാരണം പ്രതിപക്ഷത്തിന്റെയും രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് പ്രചരണം ആരംഭിച്ചത്. കേരളത്തിൽ നിന്ന് പ്രചരണം ആരംഭിക്കാൻ ബോധപൂർവ്വം തീരുമാനം എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഇടതുപക്ഷത്തെ MLA-മാരെയാണ് അദ്ദേഹം നിയമസഭാ ബാങ്കറ്റ് ഹാളിൽ സംഘകാനന്ദന്റെ ലോണിൽ ആദ്യം കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇപ്പോൾ പ്രതിപക്ഷത്തെ MLA-മാരും MP-മാരുമായി അദ്ദേഹം സംസാരിക്കുകയാണ്, അവരെ അഭിസംബോധന ചെയ്യുകയാണ്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി യശ്വന്ത് സിൻഹ കേരളത്തിൽ എത്തിയിരിക്കുന്നു. പ്രചരണത്തിന്റെ തുടക്കമാണ് അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. നേരത്തെ നിയമസഭയിലെ ഭരണപക്ഷ MLA-മാരുമായാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. ഇപ്പോൾ പ്രതിപക്ഷ MLA-മാർ, അതോടൊപ്പം തന്നെ MP-മാർ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്.